ഹായ് ഹലോ എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും സേഫായിട്ട് തന്നെ ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റിൻ്റെ എക്സാമിന് ഇനി വെറും 45 ദിവസമാണ് കേട്ടോ ഉള്ളൂ. അപ്പോൾ എല്ലാവരും അങ്ങനെ പഠിത്തമൊക്കെ തുടങ്ങിയോ? നമ്മുടെ ഫസ്റ്റ് സ്റ്റേജിൻ്റെ എക്സാം ഡേറ്റ് അറിയാലോ, സെപ്റ്റംബർ 19-നാണ് കേട്ടോ. അതുപോലെ തന്നെ സെക്കൻഡ് സ്റ്റേജിൻ്റെ എക്സാം വരുന്നത് സാറ്റർഡേ ഒക്ടോബർ 17-നാണ്. അതുപോലെ തന്നെ തേർഡ് സ്റ്റേജിൻ്റെ എക്സാം വരുന്നത് ഒക്ടോബർ 31-നാണ്. അപ്പം സെപ്റ്റംബർ 19-ന് നമുക്ക് വെറും 45 ദിവസം മാത്രമേ ഉള്ളൂ. അപ്പം ഇനിയും പഠിക്കാത്തവരായിട്ട് ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ വേഗം തന്നെ സ്റ്റാർട്ട് ചെയ്തോളൂ. കാരണം ഇപ്പം നമുക്ക് സമയമുണ്ട്, 45 ദിവസമുണ്ട്. ഇനിയും നമ്മൾ പഠിക്കാതെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇപ്പോൾ പഠിക്കാനെടുക്കുന്ന എഫേർട്ടിൻ്റെ ഡബിൾ എഫേർട്ട് നമ്മൾ പിന്നീട് എടുക്കേണ്ടി വരും. അതുകൊണ്ട് ഇപ്പോഴേ എല്ലാവരും സ്റ്റാർട്ട് ചെയ്തോളൂ. VFAയുടെ സിലബസ് എല്ലാവരുടെ കയ്യിലുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇല്ലാത്തവർ അതും കൂടി ഒന്ന് പ്രിൻ്റ് എടുക്കുക. കാരണം അത് വെച്ചിട്ട് വേണം നമ്മൾ മുന്നോട്ട് പഠിക്കാൻ വേണ്ടിയിട്ട്. ഇല്ലെങ്കിൽ നമുക്ക് ഏതൊക്കെ പഠിച്ചു, ഏതൊക്കെ ടോപ്പിക്സ് കവർ ചെയ്തു എന്നുള്ളത് കൺഫ്യൂഷനായിരിക്കും. ഇത് ഞാൻ പ്രിൻ്റ് എടുത്ത എൻ്റെ VFAയുടെ സിലബസാണ്. അപ്പോൾ അതിൽ ഞാനിങ്ങനെ നോക്കിയ സമയത്ത് കറണ്ട് അഫെയർസിനാണ് കൂടുതൽ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വരുന്നത്. അതായത് കറണ്ട് അഫെയർസിന് 20 മാർക്കാണ് ഉള്ളത്. അപ്പോൾ നമ്മൾ എന്തായാലും 2026 ജനുവരി മുതൽ ഈ ഒരു എക്സാം നടക്കുന്നതിൻ്റെ തൊട്ട് മുന്നിലത്തെ മാസം വരെയുള്ള കറണ്ട് അഫെയർസ് നമ്മൾ അപ് ടു ഡേറ്റ് ആയിട്ട് എന്തായാലും അതുവരെയുള്ളത് പഠിച്ചിരിക്കണം. അതുപോലെ തന്നെ 2025 പ്രധാനപ്പെട്ട സംഭവങ്ങളൊക്കെ എന്തായാലും നമ്മൾ നോക്കിയിരിക്കണം. വേറെ എന്ത് സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാലും നമ്മൾ കറണ്ട് അഫെയർസ് ഇതിൽ ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ പാടില്ലാത്തൊരു ടോപ്പിക്കാണ്. പിന്നെ നമ്മുടെ VFAയുടെ സിലബസ് നോക്കുമ്പോൾ മാത്സ് ഇംഗ്ലീഷ് മലയാളം 30 മാർക്കാണ് വരുന്നത്. അതായത് മാത്സിന് 10 മാർക്ക്, ഇംഗ്ലീഷിന് 10 മാർക്ക്, മലയാളത്തിന് 10 മാർക്ക്. അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളിൽ എല്ലാ ദിവസവും നമ്മൾ മാത്സ് ഇംഗ്ലീഷ് മലയാളം എങ്ങനെ പോയി കഴിഞ്ഞാലും നമ്മളത് പഠിച്ചിരിക്കണം. പിന്നെ നമ്മൾ കുറച്ച് ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ട ഒരു ടോപ്പിക്കാണ് സയൻസ്. അപ്പോൾ അതിൽ ടോട്ടൽ സയൻസ്, ബയോളജി, ഫിസിക്സ്, കെമിസ്ട്രി മൊത്തത്തിൽ നോക്കുമ്പോൾ വരുന്നത് 12 മാർക്കാണ്. അതായത് ബയോളജിയിൽ 6 മാർക്കും അതുപോലെ തന്നെ ഫിസിക്സ് 3 മാർക്ക്, കെമിസ്ട്രി 3 മാർക്ക്, അങ്ങനെ ടോട്ടൽ വരുന്നത് 12 മാർക്കാണ്. അപ്പോൾ അതിനനുസരിച്ചുള്ള പ്രിപ്പറേഷൻ നമ്മൾ സയൻസ് സബ്ജക്റ്റിന് കൊടുത്തിരിക്കണം. പിന്നെ നമ്മൾ സുപ്രധാന നിയമങ്ങൾ പഠിച്ചെടുത്ത് കഴിഞ്ഞാൽ അതിന് 5 മാർക്കാണ് വരുന്നത്. അപ്പോൾ പഠിച്ചു കഴിഞ്ഞാൽ എന്തായാലും മാർക്ക് ഉറപ്പിക്കാൻ പറ്റുന്ന ഒരു ഏരിയയാണ് സുപ്രധാന നിയമങ്ങൾ. അപ്പോൾ അതും നന്നായിട്ട് റിവൈസ് ചെയ്ത് പോവുകയാണെങ്കിൽ അതിലുള്ള മാർക്സ് നമുക്ക് എന്തായാലും കിട്ടും. അധികം പുറത്തുനിന്നൊന്നും അങ്ങനെ ചോദിക്കാത്ത ഒരു ഏരിയയാണ് സുപ്രധാന നിയമങ്ങൾ. പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് മാർക്ക് വാങ്ങിക്കാൻ പറ്റും. അപ്പോൾ അത് നന്നായിട്ട് റിവൈസ് ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ടൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ ടോട്ടൽ 100 മാർക്സിന് ഒന്ന് ഡിവൈഡ് ചെയ്ത് നോക്കുമ്പോൾ 20 മാർക്സ് കറണ്ട് അഫെയർസ്, 10 മാർക്ക് മാത്സ്, 10 മാർക്ക് ഇംഗ്ലീഷ്, 10 മാർക്ക് മലയാളം, 12 മാർക്ക് സയൻസ് സബ്ജക്റ്റ്, പിന്നെ 5 മാർക്ക് സുപ്രധാന നിയമങ്ങൾ എടുക്കുകയാണെങ്കിൽ ടോട്ടൽ 67 മാർക്സാണ് ഇതിന് മാത്രം വരുന്നത്. അപ്പോൾ ഇത് മാത്രം കോൺസെൻട്രേറ്റ് പഠിക്കുകയാണെങ്കിൽ നമുക്കൊരു 67 60 മാർക്കെങ്കിലും ഒപ്പിക്കാൻ വേണ്ടി പറ്റും. പിന്നെ വരുന്നത് 100 ക്വസ്റ്റ്യൻസിൽ 67 മാർക്സ് കുറയ്ക്കുകയാണെങ്കിൽ ബാക്കി വരുന്നത് 33 മാർക്സാണ്. അത് നമുക്ക് ഹോട്ട് ടോപ്പിക്സ് മാത്രം എടുത്ത് പഠിച്ചാലും ഒരുപാട് മാർക്സ് നമുക്ക് അതിൽ നിന്ന് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ആ ഒരു രീതിയിലാണ് ഞാനിനി മുന്നോട്ടുള്ള പഠിത്തം കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത്. കാരണം നമുക്ക് ചുരുങ്ങിയ സമയം മാത്രമേ ഉള്ളൂ. ഞാൻ കോഴിക്കോട് ജില്ലയിലാണ് എക്സാം എഴുതുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് കുറച്ചുകൂടെ ഒരു സമയം കിട്ടുന്നുണ്ട്. സെപ്റ്റംബർ കഴിഞ്ഞ് ഒക്ടോബറിലാണ് എനിക്ക് എക്സാം വരുന്നത്. എനിക്ക് വരുന്നത് ഒക്ടോബർ 17-ാം തീയതിയാണ് എനിക്ക് എക്സാം വരുന്നത്. സെക്കൻഡ് സ്റ്റേജിലാണ് വരുന്നത്. പക്ഷേ ഞാൻ സെപ്റ്റംബർ 19-നാണ് എക്സാം എന്ന രീതിയിലാണ് പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. കാരണം സെപ്റ്റംബർ 19-നുള്ള എക്സാം എനിക്ക് വീട്ടിൽ നിന്ന് എഴുതി നോക്കുമ്പോൾ അത്യാവശ്യം ഒരു മാർക്ക് കിട്ടുവാണെങ്കിൽ നമുക്കൊരു കോൺഫിഡൻസ് കൂട്ടുന്നൊരു കാര്യമാണല്ലോ. അപ്പോൾ ആ ഒരു രീതിക്കാണ് ഞാൻ എൻ്റെ ടൈം ടേബിൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. എനിക്ക് ടൈം ടേബിൾ എന്ന് പറയാൻ അങ്ങനെയൊന്നുമില്ല. കാരണം എപ്പോൾ ടൈം ടേബിൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ ഒരു ഓർഡറിൽ എനിക്ക് ഒരിക്കലും പഠിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ ഇപ്രാവശ്യം ടൈം ടേബിളായിട്ടൊന്നും സെറ്റ് ചെയ്ത് വെച്ചിട്ടില്ല. പക്ഷേങ്കിൽ ഞാൻ സിലബസ് അനുസരിച്ചിട്ട് ഓരോ ടോപ്പിക്കും കവർ ചെയ്ത് പോകാനാണ് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ ഡെയിലി നമ്മൾ നമ്മുടെ ടോപ്പിക്കിനനുസരിച്ചിട്ട് വരുന്ന SCRT പോർഷൻസും അതുപോലെ തന്നെ NCERT പോർഷൻസും കവർ ചെയ്യണമെന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ പുതിയ SCRT കുറേ ചാപ്റ്റേഴ്സ് ഉണ്ട്. അതൊക്കെ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ്. ഹോട്ട് ടോപ്പിക്സ് എവിടെ നിന്നാണ് കിട്ടിയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ സുജേഷ് സാറിൻ്റെ എൻട്രിയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ഹോട്ട് ടോപ്പിക്സിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് നോക്കിയിട്ടാണ് ഞാൻ എഴുതിയത്. അതിലെല്ലാം ഒന്നും ഞാൻ എഴുതിയെടുത്തിട്ടില്ല. ഞാൻ പറഞ്ഞല്ലോ, കറണ്ട് അഫെയർ, മാത്സ് ഇംഗ്ലീഷ് മലയാളം, ബയോളജിയൊക്കെ നമ്മൾ ഓൾറെഡി ബയോളജിയൊക്കെ നമ്മൾ ഓൾറെഡി എന്തെങ്കിലും പഠിച്ചിട്ടുണ്ട്. 10th പ്രിലിംസിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്ത് പഠിച്ച കാര്യമാണ്. അതുകൊണ്ട് അതൊക്കെ ഒന്ന് റിവൈസ് ചെയ്ത് പോയാൽ മതി. അപ്പോൾ അതൊന്നും ഞാൻ ഹോട്ട് ടോപ്പിക്സിൻ്റെ കൂട്ടത്തിൽ എഴുതിയിട്ടില്ല. അപ്പോൾ അതിനകത്ത് പ്രധാനപ്പെട്ട ഹിസ്റ്ററി, ജിയോഗ്രഫി, എക്കണോമിക്സ്, കോൺസ്റ്റിറ്റ്യൂഷൻ, കേരള ഭരണ സംവിധാനം, കലാകായികം, സാഹിത്യം, കമ്പ്യൂട്ടർ, ഇത്രയാണ് ഞാൻ മെയിനായിട്ട് ഹോട്ട് ടോപ്പിക്സിൽ എഴുതിയിട്ടുള്ളത് കേട്ടോ. പിന്നെ കറണ്ട് അഫെയർസിൻ്റെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏതൊക്കെ പോർഷൻസ് പഠിക്കണം എന്നുള്ളതിൻ്റെ അതും ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്.
ഇത് സുപ്രധാന നിയമങ്ങളുടെ ഒരു നോട്ട്സാണ് ഞാനിപ്പം വീഡിയോയിൽ ഇപ്പം നിങ്ങൾ കാണുന്നത്. ഇത് ആസ്ഥ അക്കാഡമിയുടെ ഇപ്പോഴൊന്നുമല്ല, ഞാൻ കുറേ മുന്നേ ടെലഗ്രാം ചാനലിൽ വന്നപ്പോൾ PDF ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ ഇതുപോലെ പ്രിൻ്റ് എടുത്തതാണ്. അപ്പോൾ പക്ഷേങ്കിൽ ഇപ്പോൾ ഇതിൻ്റെ എന്താ പറയുക, ടെക്സ്റ്റ് ബുക്ക് പോലെ അവർ ഇറക്കുന്നുണ്ടെന്ന് തോന്നുന്നു. ഇതേ സംഭവം തന്നെയാണെന്ന് തോന്നുന്നു. അതിൻ്റെ സുപ്രധാന നിയമങ്ങൾ വേറെ അങ്ങനെ കുറേ ചെറിയ ചെറിയ ബുക്സായിട്ട് അവർ ഇറക്കുന്നുണ്ട് ഇപ്പോൾ. ഇത് ഞാൻ കുറേ മുന്നേ ഇതുപോലെ ടെലഗ്രാം ചാനലിൽ അവർ ഇങ്ങനെ PDF ആയിട്ട് ഇട്ടപ്പോൾ ഞാനത് ഇങ്ങനെ ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് വെച്ചതാണ്. പിന്നെ നമ്മളെ NCERT പോർഷൻസ് നമ്മൾ പ്രധാനപ്പെട്ട ചാപ്റ്റേഴ്സൊക്കെ ഒന്ന് കവർ ചെയ്ത് പോകുന്നത് നല്ലതായിരിക്കും. കാരണം മെയിൻസിൻ്റെ എക്സാം ആണല്ലോ, അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ടഫ്നെസ് എന്തായാലും ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാൻ പറ്റും. നമുക്ക് ഇങ്ങനെ നമ്മൾ ഇപ്പോൾ ഓൾറെഡി നമുക്ക് ഹിസ്റ്ററിയിൽ ഏതൊക്കെ ടോപ്പിക്സ് വരുന്നുണ്ട് അതൊക്കെ നമ്മുടെ സിലബസിൽ എഴുതിയിട്ടുണ്ടല്ലോ. അപ്പോൾ അതിനെ റിലേറ്റ് ചെയ്തുകൊണ്ടുള്ള പാഠഭാഗങ്ങൾ NCERTയിൽ നോക്കിയിട്ട് അത് മാത്രം ഫോക്കസ് ചെയ്ത് പഠിച്ചാൽ മതി. അല്ലാതെ എല്ലാം വാരി വലിച്ച് പഠിച്ചുകൊണ്ട് കാര്യമില്ല, നമുക്ക് ഒരുപാട് പഠിക്കാനുണ്ട്. അപ്പോൾ എല്ലാം കൂടെ ഭയങ്കര സ്ട്രെസ്സായിരിക്കും. അതുകൊണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമുക്ക് പഠിക്കാനുള്ളതിൻ്റെ ഏതൊക്കെയാണോ നമുക്ക് പഠിക്കാനുള്ളത് അതിനെ ബേസ് ചെയ്തിട്ട് വരുന്ന ചാപ്റ്റേഴ്സ് ഉണ്ടാവുമല്ലോ, അത് നമുക്ക് യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് കിട്ടും കേട്ടോ വീഡിയോസ്. നമുക്ക് SCERT ഏതൊക്കെ പോർഷൻ ഏതൊക്കെ ചാപ്റ്റേഴ്സ് മെയിനായിട്ട് ഫോക്കസ് ചെയ്ത് പഠിക്കണം, അതുപോലെ തന്നെ NCERTയിൽ ഏതൊക്കെ ചാപ്റ്റേഴ്സ് പഠിക്കണം, അതൊക്കെ ഒരുപാട് പേര് വീഡിയോ ചെയ്തിട്ട്, അപ്പോൾ അതൊക്കെ കണ്ടിട്ട് നമ്മൾ എഴുതിയെടുത്തിട്ട് അങ്ങനെ പഠിച്ചാലും മതി. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഒരു പ്രിപ്പറേഷൻ മെത്തേഡ്സ്. ഞാൻ ഉദ്ദേശിക്കുന്നത് ഇങ്ങനെയൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് തന്നെ പഠിക്കുക. സെപ്റ്റംബർ 19 എന്ന് പറയുമ്പോൾ ആകെ നമുക്കിനി 45 ദിവസം മാത്രമേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, മാക്സിമം നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പഠിക്കുക. അതുപോലെ തന്നെ അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് മാക്സിമം കിട്ടാവുന്ന PYQs ഒക്കെ പഠിക്കുക. കാരണം മുന്നത്തെ എക്സാമിന് ഏതൊക്കെ രീതിയിലാണ് എക്സാമിൻ്റെ ആ ഒരു പാറ്റേൺ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഇഷ്ടംപോലെ വീഡിയോസ് ഇതുപോലെ ഈ പറഞ്ഞ പോലെ യൂട്യൂബിൽ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും.